ഹായ് ഫ്രണ്ട്സ്, ജൂബീസ് ടേസ്റ്റ് ഹബിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നല്ല ഒരു എഗ്ഗ് ഡ്രൈ റോസ്റ്റാണ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണെന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്ര മുട്ട, ഞാനിവിടെ 6 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട പുഴുങ്ങിയിട്ട് നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കണം, നല്ല ആഴത്തിൽ വരയണം. അപ്പോൾ നമുക്ക് മുട്ട പുഴുങ്ങുന്ന ഒരു സമയം മാത്രം അത് ചെയ്യാൻ. പിന്നെ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ വിരുന്നുകാരൊക്കെ വരുവാണെങ്കിൽ നമുക്ക് വേഗം ചെയ്തെടുക്കാവുന്ന ഒരു നല്ല ടേസ്റ്റുമാണ് ഒരു എഗ്ഗ് ഡ്രൈ റോസ്റ്റാണിത്. അപ്പോൾ മുട്ട അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ്, ഇഷ്ടമുള്ള എണ്ണ ചേർക്കാം. പിന്നെ കടുക് 1/2 സ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് 1 സ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി തുടങ്ങട്ടെ. അപ്പോൾ ഇനി നമുക്കൊരു 5-8 ചുവന്നുള്ളിയാണ്. ഇത് സവളയൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. 5-8 ചുവന്നുള്ളി അരിഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞ് കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. അത് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി ചതച്ചതാണ് എപ്പോഴും നല്ലത്, ഫ്രഷ് ആയിട്ടുള്ളത്. അപ്പോൾ അതും ഒന്ന് പതുക്കെ ഒന്ന് മൂത്ത് പച്ചമണമൊക്കെ മാറി വരട്ടെ. ഇനി നമുക്കിതിനകത്തേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കണം. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന അല്പം മഞ്ഞൾപ്പൊടിയാണ്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി തീർന്നു, ഉള്ളതും കൂടെ ഉള്ളൂ. വീട്ടിൽ പൊടിച്ചതാണ് കേട്ടോ. പിന്നെ മുളക് പൊടി 1/2 ടീസ്പൂൺ, ഞാനിത് എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്തത്. അപ്പോൾ തീ നന്നായിട്ട് കുറച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂൺ നിറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഒന്നിനകത്ത് ചേർക്കുന്നില്ല കേട്ടോ. അതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. ഇനി ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. ഉപ്പ് വളരെ കുറച്ച് മാത്രം ചേർക്കുക. 1/2 സ്പൂൺ ചേർത്താൽ മതി. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനകത്തേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒന്നെല്ലാം കൂടെ ഒന്ന് ജോയിൻ്റ് ആയിക്കോട്ടെ. അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ വരഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ടയിട്ട് കൊടുക്കാം. ഇതിനകത്ത് വെള്ളം ഒട്ടും ഇല്ല, നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് അറിയിക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് മല്ലിയിലയാണ്, ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. നല്ല ഒരു ഫ്ലേവർ കിട്ടും മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തു. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. വേഗം തയ്യാറാക്കിയെടുക്കാം. നല്ല എഗ് ഡ്രൈ റോസ്റ്റാണിത്. ഇത് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. ഗരം മസാലപ്പൊടി നേരത്തെ ചേർത്താലും കുഴപ്പമില്ല. ഞാനൊരു 1/2 സ്പൂണേ ചേർത്തിട്ടുള്ളൂ. വീട്ടിൽ പൊടിച്ച ഗരം മസാലപ്പൊടിയാണ്. സൂപ്പർ എഗ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.